കേക്ക് പഠിക്കാൻ പോകുന്നത്. ഞാൻ അപ്പോഴത്തേക്ക് ആവശ്യമില്ല. അപ്പോഴത്തേക്ക് കേക്ക് പഠിക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീണ്ടും മെയിൻ ബസാറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. മുമ്പോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. പിന്നോട്ട് പോയാൽ ഇങ്ങോട്ട് പോവാം, മാർക്കറ്റിലോട്ട് പോകാം. മെയിൻ ബസാർ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ് സൈഡ്. നമ്മളും പോകുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സൈഡിലോട്ട് പോകും. സലീം കുറേ വരുന്നത് മാർക്കറ്റ്. ഇവിടെ ഒരു പ്രത്യേക ഒരു വൈബാണ് ഇതുവഴി നടക്കും. ഒരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അത് ഞങ്ങൾ ഈ ടൈമിൽ ഇറങ്ങിയത്. ഇന്നലെ ഞങ്ങൾ ഈ ടൈമിൽ ഇറങ്ങിയത് ഗൈസ്. അപ്പം ഈ സമയത്ത് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു മൂടാണ് ഇതുവഴി ഇറങ്ങി നടക്കാൻ. ഇതിൻ്റെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറന്നു പോകുന്നുണ്ടോ 3D ഡിസൈൻ ആണെന്ന് നല്ല ഭംഗിയുണ്ട്. കാണിച്ചു വെച്ചത് ഇതാണ് ഇവിടുത്തെ വായ്പ. ഫോറിനേഴ്സ് ഇങ്ങനെ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. റഷ്യൻസ് മൊത്തം റഷ്യക്കാരാണ് ഫുള്ള് ഇതുവഴി നടക്കുന്നത്. റഷ്യക്കാരെ കൊണ്ട് നടക്കാൻ മേല. പിന്നെ ലൈറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ലുക്കാണ്. അത് ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എടുക്കുന്നതിനകത്ത് ഒരു നല്ല മൂടാണ്. അടിപൊളിയായി, നല്ല ഭംഗിയുണ്ട്. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സ് കാണാൻ. ഈ സാധനത്തിന് അളിയന് 780 കൊടുക്കുന്നു. റേറ്റ് बताओ भाई, सही रेट क्या है? 700 है, ज़्यादा बोल रहे 780 രൂപ പറഞ്ഞു. ഞങ്ങൾ 200 രൂപ വില പറഞ്ഞു. നടക്കത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളി എന്തൊക്കെയാണെന്നറിയില്ല, എന്തൊക്കെ തൂക്കിയൊക്കെ ഇട്ടുണ്ട്. ഇവിടെ സ്റ്റാർസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ കമ്മല മാല വീട്ടിലൊക്കെ ഇടാനുള്ള സാധനങ്ങളെല്ലാം വെറൈറ്റിയാണ്. മൊത്തം നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല വെറൈറ്റിയാണ്. ഇവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു പർച്ചേസിങ് ചെയ്യാൻ പറ്റും. ഇവിടെയെല്ലാം ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് മൊത്തം ഫുള്ള്. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഗൈസ്. റഷ്യൻസാണ് മൊത്തം, റഷ്യൻ ആൾക്കാർ. ഇന്നലെ ഞങ്ങളോട് റഷ്യക്കാർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് 100 രൂപയുടെ ഹെൽപ്പ്. കണ്ടോ ഇവിടെയൊക്കെ കിടക്കുന്ന ഡ്രസ്സസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി വെറൈറ്റി ഡ്രസ്സ്. അത് ഫോറിനേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ്. പക്ഷേ വില കൂടുതലാണ്. പാവാടയാണല്ലോ ഇതുണ്ടാകും. അതിൻ്റെ കളറുണ്ട്, നല്ല രസമല്ലേ. ഇത് ഫോറിനേഴ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സസ്സാണ്. അവർ ഗോവയിലൊക്കെ പോകുമ്പോഴത്തേന് ഇട്ട് നടക്കുന്ന ഡ്രസ്സുകളാണ് ഗൈസ്. വില എത്ര? പ്രൈസ് 650, 650 രൂപ. 650, 650 രൂപ. 650 റേറ്റ്. അവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ. ഗൈസ്, അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും മേടിക്കണം എന്ന് വെച്ചാൽ അതിന് ഈ മാർക്കറ്റിൽ സാധനം മേടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ഫ്ലൈറ്റിലും പോകുമ്പോഴത്തെ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. എങ്ങനെ 1000 രൂപയ്ക്ക് കുറേ സാധനം മേടിക്കാം, പക്ഷേ മേടിക്കുന്നില്ല. ഓൾറെഡി ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സലീം ഭായി സാധനം മേടിച്ചിട്ട് സലീം ഭായിക്കും ബാഗ് മേടിക്കണം. ബാഗില്ലാതെ പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റിങ്സ് ഉണ്ട്, ഫുൾ ലൈറ്റിങ്സ്. ये देखो ऑलवेज लोग यूज करता है ये नाइट में, डे में, रफ एंड टफ यूज करो. मात्र 100 रुपये. 100 रुपये का ना? ओनली 100 रुपीज में ब्रांडेड माल कहाँ से आते हैं? बाहर से आते हैं? वो लाता, हम लोग नहीं लाते, खुद पहुंचा जाता. ये यूज्ड वाला है नहीं है ना? नहीं, ये सब कंपनी का थोड़ा बहुत फॉल्टेड रहता है. हाँ, डिफॉल्टेड आइटम है ना, पड़ा हुआ तभी आकर के बिकता है. इसलिए सस्ते में दे रहे हैं. हाँ, हमें सस्ता मिलेगा तभी सस्ता देंगे. अब तो कस्टमर बोलता है 100 रुपया भी महंगा है. और सरोजनी में ज्यादा रेट है. ചിക്കൻ ലിവർ എല്ലാ ഐറ്റവും ഉണ്ട്. ചിക്കൻ മീറ്റ്. ഒരു കബാബ് കഴിച്ചാലോ? കബാബ് भैया कबाब देना. हाँ, 4 पीस दे दो. चिकन
ഇത് ലിവറാ, ചിക്കൻ്റെ ലിവർ, ചിക്കൻ പീസാണ്, ചിക്കൻ ലെഗ്, ചിക്കൻ ലെഗ്, ചിക്കൻ്റെ ഇതല്ലടാ, ഇത് ചെസ്റ്റ് അല്ലേ, ചെസ്റ്റ് പീസ് അല്ലേ? അല്ല ഇത് എന്തെന്ന് എടുത്താൽ പറയണം. ആ एक पीस കബാബ്, ചിക്കൻ കബാബ്. ഗൈസ്, അപ്പം ജുമാ മസ്ജിദിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി ഫുഡ് കിട്ടും. അതായത് അഫ്ഗാനി സ്റ്റൈൽ, പാകിസ്ഥാൻ സ്റ്റൈൽ, അങ്ങനെയുള്ള വെറൈറ്റി ചിക്കൻ മട്ടൺ ഐറ്റം ജുമാ മസ്ജിദിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അത് ചിരിച്ചുകൊണ്ട് പോകും. അപ്പം ഞങ്ങൾ നാളെ അങ്ങോട്ട് പോകും ജുമാ മസ്ജിദിൽ ഫുഡ്. ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ ചിക്കനും ഒരു കബാബിനും ഒരു ചിക്കനും ഞങ്ങൾ പറഞ്ഞു പീസ്. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നടക്കും. പിന്നെ യു പിയിൽ ആൾക്കാരും വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്യണം. പിന്നെ അവരുമായിട്ടുള്ള ഡീലിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നാളെ ജുമാ മസ്ജിദിലായിരിക്കും പോകുന്നത്. നമുക്ക് ഒരു ഒരു കബാബിന് ചിക്കനും വേണം. മഹാശി പോയി കഴിഞ്ഞാൽ അഫ്ഗാൻ സ്റ്റൈല്, അഫ്ഗാനി ചിക്കൻ, പാകിസ്ഥാനി സ്റ്റൈല് റൊട്ടി, അങ്ങനെ ഒരു നേരം വെളുക്കുന്ന ഒരു 5 മണി വരെ ഷോപ്പ് ഓപ്പൺ ആവുന്നത്. അപ്പം എന്തായാലും ഞങ്ങൾ നോർമലി ഡൽഹി വരാറുള്ള സമയത്ത് അവിടെ എല്ലാം പോകാറുള്ളതാണ്. ഇപ്രാവശ്യം കൊണ്ട് പോയില്ല, ആരുമില്ല. അപ്പം സലീം ബ്രോ എന്നോട് ചോദിക്കുന്നു ടെസ്റ്റ് വേണം. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ നാളെ ജുമാസി പോയിട്ട് അവിടുത്തെ വീഡിയോ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഫുഡിൻ്റെ ഒരു കലവറ, ഫുഡിൻ്റെ ഒരു കലവറ തന്നെ. അതായത് ഫുഡ് എല്ലാ ഐറ്റം ഫുഡും ഉണ്ട് അവിടെ. സ്വീറ്റ്സ്, റൊട്ടി, ചിക്കൻ, മട്ടൺ, എല്ലാ ഐറ്റം ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് രാവിലെ എത്തുമോ? യു പിയിൽ നിന്ന് ഞങ്ങൾക്ക് പണം തരാനുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവരിപ്പം ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ അടുത്തോട്ട് വരും. അവരവിടെ ഞങ്ങളുടെ ഹോട്ടലിലെ ഭാഗത്ത് ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്മമാരോട് പറഞ്ഞ് അങ്ങോട്ട് വരാം. Guys, please welcome. 7 മണിക്കുണ്ട് മെയിൻ ബസ്സാറുണ്ട്. ഇപ്പം കാലിയായി, ഫുള്ള് കാലിയായി. റോഡിൽ എല്ലാവരും റൂമിലൊക്കെ ഫുള്ള് കാലിയായി. ഗൈസ്, ഞാനൊരു എൻ്റെ 12 മണിയാണ്. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ചുമ്മാ